بسم الله الرحمن الرحيم هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن هو الهادي لأوائلنا وأواخرنا يدعو للعلم وللعمل لا شيء سواه يهذبنا هذا القرآن هو الهادي السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു പരിപാടി 3 ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം എന്തിനാണ് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നത്?
സലഫി സമൂഹത്തിന് ഇവിടെ നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ്? പലപ്പോഴും പല ആളുകളും പല രൂപത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണത്. അതിൻ്റെ കൃത്യമായ ഒരു വിശദീകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രൂപത്തിലൊരു പരിപാടി ഇവിടെ നടക്കുന്നത്. ഓരോ മനുഷ്യരും വ്യക്തിപരമായി തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തേക്ക് മനുഷ്യനെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് ബോധ്യപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്, മനുഷ്യരെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് തൗഹീദ് എന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിന്റെ 172, 173 സൂക്തങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. ആദം സന്തതികൾ ആദം സന്തതികളിൽ നിന്ന് അവരവരുടെ മുതുകുകളിലായിരുന്നപ്പോൾ ആ ആദം മക്കളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയ ഒരു സന്ദർഭം. ആ ആദം മക്കളോട് ഐഹിക ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ശരീരപ്രധാനമായ ഒരു ജീവിതം മനുഷ്യൻ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യരോട് അല്ലാഹു ചോദിച്ച ഒരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ? ആ ചോദ്യത്തിന് ഐഹിക ലോകത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന് മരണപ്പെട്ടവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും ജീവിക്കാനിരിക്കുന്നവരുമായ മുഴുവൻ ആദം സന്തതികളും മറുപടി നൽകിയതായി ഖുർആൻ പറഞ്ഞു. ബല ഷഹിദിന, നാഥ നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളതിന് സാക്ഷിയാണ്, ഞങ്ങളതിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് ഐഹിക ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും, ആദമിന്റെ മക്കൾ മുഴുവനും, മനുഷ്യർ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കരാർ നടത്തി എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് തൗഹീദ് അറിയാത്ത, തൗഹീദ് മനസ്സിലാക്കാത്ത ഒരാളുമില്ല. ഏതൊരു മനുഷ്യന്റെയും പ്രകൃതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബോധം നൽകിയിട്ടുണ്ട്. തൗഹീദിനെ സംബന്ധിച്ച അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഐഹിക ലോകത്ത് വരുന്നതിന് മുമ്പ് അല്ലാഹു ഇങ്ങനെ ഒരു അറിവ് നൽകിയത്? എന്തിനാണ് ഇങ്ങനെ ഒരു തത്വം അല്ലാഹു നേരത്തെ തന്നെ മനുഷ്യനെ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ അതിന് 2 ന്യായങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ന്യായം, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അൻ തഖൂലു യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ പറയാൻ സാധ്യതയുള്ളതിനാൽ. എന്താണ് പറയാൻ സാധ്യതയുള്ളത്? ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നാഥ ഞങ്ങൾക്ക് ഈ തൗഹീദ് എന്തെന്നറിയുമായിരുന്നില്ല, നീയാണ് ഞങ്ങൾ റബ്ബ് എന്ന തത്വം ഞങ്ങൾക്കറിയുമായിരുന്നില്ല എന്ന് നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് തൗഹീദ് എന്ത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ന്യായം നിങ്ങൾ പറഞ്ഞേക്കാമല്ലോ. എന്താണ് രണ്ടാമത് പറഞ്ഞേക്കാവുന്ന ന്യായം? ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. നാദാ ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ കാരണവന്മാർ
വളരെ നേരത്തെ തന്നെ അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, അവർ ശിർക്ക് പ്രവർത്തിക്കുന്നവരായിരുന്നു. വകുന്നാ ദുർരിയതം മിൻ ബഅദിഹിം, ഞങ്ങൾ അവർക്ക് പിന്നാലെ കടന്നു വന്നവരുടെ മക്കൾ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിതാക്കൾ എന്ത് പ്രവർത്തിച്ചോ അത് കണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ കാരണവന്മാർ എന്ത് പ്രവർത്തിച്ചോ അത് കണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ യഥാർത്ഥ മാർഗം വിട്ടുകൊണ്ട് സഞ്ചരിച്ച, ആ അനീതിയിൽ അകപ്പെട്ടു പോയ, യഥാർത്ഥ മാർഗം വിട്ടുകൊണ്ട് വ്യതിചലിച്ചു പോയ ഞങ്ങളുടെ പിതാക്കന്മാർ അവർ ചെയ്ത തിന്മക്ക്, അവർ ചെയ്ത നാശത്തിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? അവർ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശിക്ഷക്കർഹരല്ല എന്ന് പരലോകത്ത് ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് വളരെ നേരത്തെ തന്നെ തൗഹീദ് എന്ത് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചത്. ഇത് ഖുർആൻ പറയുകയാണ്. ഏതൊരു മനുഷ്യന്റെയും പ്രകൃതിയിൽ തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കം ചെയ്തു എന്നാണ്. മനുഷ്യനെ അത് ബോധ്യപ്പെടുത്തി. എന്തിന്? നാളെ റബ്ബിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ. ആയതിനാൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ശുദ്ധമായ പ്രകൃതി, ആ തൗഹീദിന്റെ പ്രകൃതി നിലനിർത്തണം. അല്ലാഹു അതാണ് മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. സൂറത്തു റൂമിന്റെ 30-ാമത്തെ സൂക്തത്തിൽ കാണാം അല്ലാഹു പറയുന്നത്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നീ നിന്നെ ആ നേരായ രൂപത്തിൽ ഋജുമാനസമായ അവസ്ഥയിൽ ആ യഥാർത്ഥ മതത്തിലേക്ക്, യഥാർത്ഥ ആദർശത്തിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് പരിപൂർണമായി ഒതുങ്ങിയതാക്കുക. അതിന് പരിപൂർണമായി നീ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ, മനുഷ്യന്റെ മേൽ അല്ലാഹു ഏർപ്പെടുത്തിയ ഒരു ഫിത്രത്താണത്. മനുഷ്യന്റെ മേൽ അല്ലാഹു ഏർപ്പെടുത്തിയ ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതി മനുഷ്യന് പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ്. ആ പ്രകൃതി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് വിശദീകരിച്ചു. ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമുക്കറിയാം. നബി പറഞ്ഞു, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഒരു കുട്ടിയും ഈ ലോകത്ത് ജനിക്കുന്നില്ല ശുദ്ധമായ ആ ഫിത്രത്തിന്റെ അവസ്ഥയിലല്ലാതെ, ശുദ്ധമായ പ്രകൃതിയോടെയല്ലാതെ ഒരു കുട്ടിയും ലോകത്ത് ജനിക്കുന്നില്ല. ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നതും അവനെ നസാറയാക്കുന്നതും അതുപോലെ തന്നെ അവനെ യഹൂദിയാക്കി മാറ്റുന്നതും അവന്റെ മാതാപിതാക്കളാണ്. ഏതൊരു കുട്ടിയും ഈ ലോകത്തേക്ക് പറക്കുന്നത് ശുദ്ധമായ തൗഹീദ് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള പ്രകൃതിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പൊ തൗഹീദ് എനിക്ക് മനസ്സിലാകുന്നില്ല, തൗഹീദ് എനിക്ക് അറിയില്ല, തൗഹീദ് ഞാൻ പഠിച്ചില്ല എന്ന് നാളെ റബ്ബിന്റെ അടുക്കൽ ഒരാൾക്കും ഒഴിവ് കഴിവ് പറയാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യ പ്രകൃതിയിൽ തന്നെ ആ തൗഹീദ് ഊട്ടപ്പെട്ട നിലയിൽ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മനുഷ്യ സമൂഹത്തിലേക്കാണ് പിൽക്കാലഘട്ടത്തിൽ ശിർക്ക് കടന്നു വന്നത്. ആദ്യ തലമുറ ശിർക്ക് കടന്നു വന്ന ആദ്യ സമൂഹം അവർ വദ്ദിനെ ആരാധിച്ചു, സുവായിനെ ആരാധിച്ചു, യഊത്തിനെയും യഊക്കിനെയും നസുറിനെയും ആരാധിച്ചു. യഊക്കിനെ, നസറിനെ, വദ്ദിനെ ആരാധിച്ചവർ അവർ മനുഷ്യരല്ലാത്ത മറ്റൊരു വിഭാഗമായിരുന്നില്ല. നേരെ മറിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ തലമുറ മാറി മാറി കടന്നു വന്നപ്പോൾ ആ തലമുറകളിൽ ശിർക്ക് കടന്നു വരികയാണ്. വദ് എന്ന വിഗ്രഹം കടന്നു വരികയാണ്, യഊത്ത് എന്ന വിഗ്രഹം കടന്നു വരികയാണ്, യഊക്കും നസുറും വിഗ്രഹങ്ങളായി കടന്നു വരികയാണ്. ആ സമൂഹത്തിലേക്കാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് തൗഹീദ് പറയുന്നത്. ആ ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓ ജനങ്ങളെ, നിങ്ങൾ സൽസരണിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, സത്യമാർഗം വിട്ട് അകന്നു പോയിരിക്കുന്നു. ആയതിനാൽ കൊടും ശിർക്ക് നിങ്ങൾ ചെയ്ത് നാശത്തിലെത്തിപ്പെട്ടത് കൊണ്ട് ഓ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. ഓ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, പൊറുക്കലിനെ ചോദിക്കണം. അവനങ്ങേറ്റം പൊറുക്കുന്നവനാണ്. നിങ്ങളുടെ ചെയ്തികൾ വളരെ മോശമായി, നിങ്ങൾ ശിർക്കിന്റെ ആളുകളായി,
നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വന്നിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ നിങ്ങൾക്ക് ആ റബ്ബ് പുറത്തു തരാൻ ഒരുക്കമാണ്. മാത്രമല്ല ഈ ഐഹിക ലോകത്ത് തന്നെ നിങ്ങൾക്ക് അഭിവൃദ്ധി തരാൻ അള്ളാഹു ഒരുക്കമാണ്. നിങ്ങൾക്ക് നല്ല മഴ തരും, അതുപോലെ കായികനികളിലുള്ള അഭിവൃദ്ധി തരും, സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയോജനം തരും, ഐഹിക ലോകത്ത് ധാരാളം സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ ചോദിക്കണേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ തൗഹീദ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. സ്വാഭാവികമായും ഖണ്ഡന പ്രസംഗങ്ങൾ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ പ്രസംഗിക്കാൻ ആളുകൾ വന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ഖണ്ഡനം നടത്താൻ ആളുകൾ വന്നിട്ട് പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാ വലാ യഗൂസ വയഊക വനസ്റ. ആ സമൂഹത്തിലെ നേതാക്കന്മാർ, സമൂഹത്തിൽ അംഗീകാരമുള്ളവർ കടന്നു വന്നിട്ട് ഭൂരിപക്ഷം ആളുകൾ ശിർക്ക് ചെയ്തപ്പോൾ ആ ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഓ ജനങ്ങളെ, ലാ തദറുന്ന ആലിഹതകും, ഒരിക്കലും നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിക്കരുത്. നൂഹ് പറയുന്നത് നിങ്ങൾ കേട്ടുപോകരുത്, അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാ, നിങ്ങളിൽ നിന്ന് പൂജിക്കുന്ന വദ്ദിനെ നിങ്ങൾ കൈയൊഴിക്കരുത്. സുവായിനെയും യഊസിനെയും യഊക്കിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിച്ചു പോകരുത്. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ആ പഴയ മാർഗത്തിൽ, പാരമ്പര്യമായി നമുക്ക് വന്നു കിട്ടിയ ആ മാർഗത്തിൽ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കണേ ജനങ്ങളെ. ഖണ്ഡന പ്രസംഗങ്ങൾ ഉണ്ടായി എന്നാണ്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് ആ സമൂഹത്തിൽ സ്വാധീനം നേടാൻ കഴിയാത്ത രൂപത്തിൽ വളരെ ശക്തമായ എതിർഖണ്ഡനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചത്. നേരെ മറിച്ച് ഭൂരിപക്ഷം ആളുകളും മറ്റുള്ളവരുടെ ഖണ്ഡന പ്രസംഗത്തിൽ മുഴുകി എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ആരായിരുന്നു വദ്? ആരായിരുന്നു സുവാ? ആരായിരുന്നു യഊസ്? ആരാണ് യഊക്ക്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ വദ് എന്ന് പറയുന്ന വിഗ്രഹം, യഊസ് എന്ന് പറയുന്ന വിഗ്രഹം, യഊക്ക് എന്ന് പറയുന്ന വിഗ്രഹം, നസ്ർ എന്ന് പറയുന്ന വിഗ്രഹം മാനത്ത് നിന്നിട്ട് വീണതല്ല, ഭൂമിയിൽ പൊളച്ചു പൊന്തിയതുമല്ല. നേരെ മറിച്ച് അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിൽ ജീവിച്ചിരുന്ന കുറച്ച് നല്ല മനുഷ്യർ, സ്വാലിഹുകളായ കുറച്ച് ആളുകളുടെ നാമങ്ങളാണ്, കുറച്ച് നല്ല മനുഷ്യരുടെ പേരുകളാണിത്. ഈ വദ്ദും സുവാവും യഊസും യഊക്കുമൊക്കെ. ഫലമ്മാ ഹലകൂ, അവർ മരണപ്പെട്ടപ്പോൾ, ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം, ആ ജനതയ്ക്ക് ശൈത്താൻ വഹയി കൊടുക്കുകയാണ്, പിശാച് വഹയി കൊടുക്കുകയാണ്. അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനു യജ്ലിസൂന അൻസാബാ, ആ നല്ല മനുഷ്യർ ഇരുന്നിടത്ത് അവരുടെ ഇരിപ്പ് സ്ഥാനങ്ങളിൽ അവരുടെ പ്രതിഷ്ഠകൾ നിർമ്മിക്കുവാൻ പിശാച് ഇങ്ങനെ വഹയി കൊടുത്തു. എന്നിട്ട് പിശാച് അവരോട് പറഞ്ഞു, ആ വിഗ്രഹങ്ങൾക്ക് ആ നല്ല മനുഷ്യരുടെ പേര് കൊടുക്ക്, അവരെ മറക്കാൻ പാടില്ലല്ലോ, വിസ്മരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവരെ സ്മരിക്കാനും ഓർക്കാനും ആ വിഗ്രഹങ്ങൾക്ക് ആ മഹത്തുക്കളുടെ പേര് നൽകൂ. ആ സമയത്ത് ആ ജനത ഫഫഅലു, അപ്രകാരം പ്രവർത്തിച്ചു. പക്ഷേ ഫലം തുഅബദ്, അവർ അതിനെ ആരാധിച്ചില്ല, ആ പ്രതിമകളെ അവർ പൂജിച്ചില്ല. നേരെ മറിച്ച് അവരെ ഓർക്കാനെന്നോണം ഇന്ന് നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടാക്കാറുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കാറുണ്ട്. ഒരിക്കലും അതിനെ പൂജിക്കാനും ആരാധിക്കാനോ അല്ലെങ്കിൽ ആരാധന സമർപ്പിക്കാനോ പ്രാർത്ഥന ഉണ്ടാക്കാനൊന്നും അല്ല. നേരെ മറിച്ച് ഒന്ന് കാണാൻ, ഒന്ന് ഓർക്കാൻ, ഗാന്ധിജിയെ കാണാൻ, ഇടയ്ക്കൊരു ആഗസ്റ്റ് 15 ഒരു പൂമാല ചാർത്താൻ, ആ രൂപത്തിൽ കേവലം ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ ആ തലമുറ വിഗ്രഹമുണ്ടാക്കിയ, അതിനെ ആരാധിക്കാതെ ജീവിച്ച തലമുറ കഴിഞ്ഞുപോയി. ആ തലമുറ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തലമുറ അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ മറ്റൊരു തലമുറ കടന്നു വന്നു. അവര് വിചാരിച്ചത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച വിഗ്രഹങ്ങളാണിത്. അങ്ങനെ അവയെ അവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമായ ശിർക്ക് ആദ്യമായി കടന്നു വന്നത്. ലോകത്ത് ശിർക്ക് എപ്പോൾ കടന്നു വന്നു? അതെല്ലാം ഈ വഴിക്കാട് എന്ന് കാണാം. ബഹുഭൂരിപക്ഷം സമൂഹങ്ങളും നശിക്കാൻ കാരണമായത് ഈ രൂപത്തിലാണ്. ഈ രൂപത്തിൽ ശിർക്ക് അവരിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ്. എത്രയോ ഹദീസുകൾ നമുക്കറിയാം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കടന്നു വരുമ്പോൾ, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ, ആ സമൂഹത്തിൽ മക്കയിൽ നിലനിന്ന ഒരു തരം ശിർക്കൻ, അവർ ആരാധിച്ച ലാത്ത, അവർ ആരാധിച്ച ഉസ്സ. ആരാ ലാത്ത? ആരാണ് ഉസ്സ? അതെ,
ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഒരുതരം പായസം ഉണ്ടാക്കി കൊടുത്തിരുന്ന ആളാണ് ഈ ലാത്ത എന്ന് പറയുന്ന ആൾ. ലാത്തയുടെ ആ പായസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്നാണ്. അത് കുടിച്ചാൽ നല്ല പോഷണം നൽകുമായിരുന്നു, പോഷണം കിട്ടുമായിരുന്നു. അതെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ പറഞ്ഞതായി കാണാം. അതെ, ഒരു കല്ലിന്റെ മുകളിലിരുന്ന് ലാത്ത ഇങ്ങനെ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് പായസം കൊടുത്തുകൊണ്ടിരിക്കും. ആ പായസം കുടിച്ചാൽ ആളുകൾക്ക് നല്ല തടി ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഈ ലാത്ത മരിച്ചു കഴിഞ്ഞപ്പോൾ ലാത്ത മരിച്ചപ്പോൾ അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഒരാള് ആ ജനതയോട് പറഞ്ഞു, ഇന്നഹു ലം യമുത്, അയാൾ മരിച്ചിട്ടില്ല, ലാത്തക്ക് മരിക്കാൻ കഴിയില്ല. വലാകിന്നഹു ദഖല സഖറ, ആ ലാത്ത ഈ കല്ലുമേൽ കയറിയതാണ്. ലാത്ത പായസം കൊടുക്കാൻ, പായസം വിളമ്പാൻ ഇരുന്നിരുന്ന ആ കല്ലിന്റെ ഉള്ളിലേക്ക് ലാത്ത കയറിപ്പോയതാണ്, അല്ലാതെ ലാത്ത മരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോ വിഡ്ഢികൾ വിശ്വസിച്ചു എന്നാണ്. ആ കല്ലിനെ അവർ ആരാധിക്കാൻ തുടങ്ങി, ആ കല്ലിനെ അവർ പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ മുകളിൽ ഒരു അമ്പലമെല്ലാം ഉണ്ടാക്കി, ഒരു വീടെല്ലാം ഉണ്ടാക്കി. അവരവിടെ ക്ഷേത്രം പണിത് അതിനെ ആരാധിക്കാൻ തുടങ്ങി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി ഇത് വിശദീകരിച്ചതും കാണാം. ഇങ്ങനെ ഏതൊരു സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്നു, ആ ശിർക്ക് എങ്ങനെ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നു, തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് ആ സമൂഹത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് പരിശോധിച്ചാൽ വളരെ വ്യക്തമായും മാന്യ സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ രൂപത്തിൽ മഹാത്മാക്കളുടെ പേര് പറഞ്ഞ്, സ്വാലിഹുകളായ ആളുകളുടെ പേര് പറഞ്ഞ് പിൽക്കാലഘട്ടത്തിൽ പിശാചിന്റെ വഹയിനനുസൃതമായി ചില ആളുകൾ പ്രവർത്തിക്കുകയും അങ്ങനെ അവരിലേക്ക് ശിർക്ക് കടന്നു വരികയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹദിയായ ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും വന്നുകൊണ്ട് പറഞ്ഞു, എന്താണ്? അവർ ഹബശയിൽ വെച്ചുകൊണ്ട് കണ്ട ഒരു കനീസ. ആ കനീസയിൽ എന്താ പ്രത്യേകത? ഫിഹാ തസാവീർ, ഒരുപാട് രൂപങ്ങൾ, പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കനീസയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹയും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിം അർറജുലു സാലിഹ്, ആ സമൂഹം, ആ ജനത, അവർക്കിടയിൽ ഒരു സാലിഹായ മനുഷ്യൻ ഉണ്ടായാൽ, ഫമാത്ത, അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ബനു അലാ ഖബരിഹി മസ്ജിദാ, ആ മരിച്ച മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ അവർ ആരാധനാലയം കെട്ടിപ്പടുക്കുകയായി. വസവ്വറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ മരിച്ച മഹാത്മാവിന്റെ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടാക്കി വെക്കും. ഫൗലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശർറായ കൂട്ടർ ആ കൂട്ടരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇങ്ങനെ എത്രയോ തെളിവുകൾ, എത്രയോ ഹദീസുകൾ ആ വിഷയത്തിൽ നിലനിൽക്കുകയാണ്. ഇതേ രൂപത്തിൽ തന്നെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കി കടന്നു വന്ന മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിലേക്കും ശിർക്ക് കടന്നു വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് വരില്ല, ശിർക്ക് കടന്നു വരികയില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിക്കണം, ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരും. നമുക്കറിയാം ഈ മുസ്ലിം സമൂഹത്തിലേക്കും അങ്ങനെ ശിർക്കും കുഫ്റും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ അത് അംഗീകരിക്കാൻ ഒരുക്കമല്ല. വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ മാർഗം വിട്ടകന്നു പോകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ ഇപ്പോഴും ചില ആളുകൾ തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് കണ്ണടച്ചിരുട്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും. നമുക്ക് ദീൻ കിട്ടിയത് ഇന്റർനെറ്റിൽ നിന്നല്ല, നമുക്ക് ദീൻ കിട്ടിയത് ഇടക്കാലത്ത് രംഗത്ത് വന്ന ആധുനിക മതപണ്ഡിതന്മാരിൽ നിന്നല്ല. നാം ദീൻ പഠിച്ചത് ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സവിധത്തിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയ സ്വഹാബിവര്യന്മാരിൽ നിന്നാണ് നമ്മുടെ പൂർവിക പിതാക്കളും പ്രപിതാക്കളുമായ സഹോദരങ്ങൾ ദീൻ പഠിച്ചത്, പകർത്തിയത്. അതുകൊണ്ട് തന്നെ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന ദീനിൻ്റെ തനിമയാണ്, ഒറിജിനൽ രൂപമാണ്. മാത്രമല്ല ഇവിടെ നടക്കുന്ന ചെറിയ ആചാരങ്ങൾ പോലും വിശദമായി അന്വേഷിച്ചാൽ ദീനിൽ നമുക്കതിന് അടിസ്ഥാനം കണ്ടെത്താൻ സാധിക്കും. ദീനിൽ അടിസ്ഥാനം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഇസ്ലാമിക ആചാരം കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് ചരിത്രം, വസ്തുത. കണ്ടോ,
ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ദീനിൽ അടിസ്ഥാനം കണ്ടെത്താൻ കഴിയുന്നതാണ്. കാരണം നമ്മൾ ദീൻ പഠിച്ചത് ഇന്റർനെറ്റിൽ നിന്നല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നല്ല, നേരെ മറിച്ച് സഹാബത്തിൽ നേർക്ക് നേരെ ദീൻ പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അതിൽ അടിസ്ഥാനം ദീനിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ഒരു മുസ്ലിയാർ ഇന്നും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം, ശരിയാണോ അത്? ആ പരാമർശം ശരിയാണ്. ഒരു സമൂഹം അകപ്പെട്ടു പോയ തിന്മയെ ന്യായീകരിച്ച് ആ ഭൂരിപക്ഷത്തിന്റെ കയ്യടി വാങ്ങുക, നിലനിൽക്കുന്ന സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെതായ സ്റ്റീറ്റുറപ്പിക്കുക എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥത ആ വാചകത്തിൽ കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതൊരു സത്യമല്ല. വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാമിന്റെ തനിയായ രൂപം ഇന്ന് മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് വാദിച്ചാൽ അതെങ്ങനെ ശരിയാവുക? ശരിയാവുകയില്ലെന്ന് നമ്മളല്ല പറയുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഗണത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെട്ട വേറെ മുസ്ലിയാർ പറയാണ് അങ്ങനില്ല. കാരണം നമ്മളൊരു മിങ്കിൾ സൊസൈറ്റിയാണ്. നമ്മളൊരു മിങ്കിൾ സൊസൈറ്റി ആയതുകൊണ്ട് പലതും നമ്മിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നു. അത് ഇന്റർനെറ്റ് വഴിയല്ല, വേറെ ഏതോ വൈറസ് വഴി കയറിയതാകാം. നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ അകോമ്പുറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ അകോമ്പുറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖയ്യത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കയറി വന്നതാണ്. നിങ്ങളിത് ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനമായ ഒരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം, പ്രധാനമായൊരു കാര്യം. അങ്ങനെയാണല്ലോ കാര്യം, അങ്ങനെ തന്നെയാണ് കാര്യം, സംശയമില്ലാത്ത കാര്യം. ഒരു മിങ്കിൾ സൊസൈറ്റിയിൽ നമ്മൾ പെട്ടു. അങ്ങനെ ജീവിച്ചപ്പോൾ നമ്മളറിയാതെ നമ്മിലേക്ക് ശിർക്ക് കടന്നു വന്നു. അത് ഇന്റർനെറ്റ് വഴി വന്നതാ? സഹാബത്ത് പഠിപ്പിച്ചതാ? സഹാബത്ത് കൊണ്ടുവന്നതാ? കിതാബോധി പഠിച്ചതാ ശിർക്ക്? അല്ല. മുസ്ലിം സമൂഹത്തിൽ ആ ശിർക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ പലപ്പോഴും ഈ സമൂഹത്തെ നേരെയാക്കേണ്ട സമൂഹം ചെയ്തത് അതിനെ ന്യായീകരിച്ചൊപ്പിച്ച് തെളിവുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അല്ലേ? ഖുർആനിൽ ഇതിന് വല്ല തെളിവുണ്ടെന്ന് അങ്ങോട്ടും അന്വേഷിക്കില്ല. തെളിവനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കല്ല, പ്രവർത്തിക്കുന്നതിനനുസരിച്ച് തെളിവുണ്ടാക്കുക. ഞാൻ ചെയ്യണ അനുസരിച്ച് തെളിവുണ്ടാകുമോ എന്ന് അന്വേഷിച്ചു പോവുക. അങ്ങനെ തെളിവുണ്ടാക്കി ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. സ്വാഭാവികമായും ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയാണ് കടന്നു വന്നത്? ഓ സമൂഹമേ, നിങ്ങളറിയാതെ നിങ്ങളിൽ ശിർക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ശിർക്കിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കണം, മാറ്റണം. ആ ശിർക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ആ അശുദ്ധമായ തൗഹീദിലേക്ക്, പ്രവാചകന്മാർ പഠിപ്പിച്ച ആ തൗഹീദിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഓരോ മുക്കുമൂലകളിലും കടന്നു ചെന്നുകൊണ്ട് ആ ദൗത്യം ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചിട്ടുണ്ട്. തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മേൽ പലരും പറഞ്ഞ ആരോപണം തന്നെയും എന്താണ്? അതെ, ഇവര് എപ്പോ നോക്കിയാലും തൗഹീദ് തന്നെയാണ്, തൗഹീദല്ലാതെ വേറൊന്നും ഇവർക്ക് പറയാനില്ല എന്നാണ്. തൗഹീദല്ലാതെ മറ്റൊന്നും ഇവർ പറയുന്നില്ല എന്നാണ്. ആ രൂപത്തിൽ സമൂഹത്തിലിറങ്ങി ശക്തമായ തൗഹീദ് പറഞ്ഞപ്പോൾ ശിർക്കിന്റെ മേഖലകൾ തന്റെ ജീവിതോപാധിയാക്കി മാറ്റുകയും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരായി. അങ്ങനെ എതിരായി ഇസ്ലാഹി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ ഇവിടെ ഉണ്ടായ ഒരു സംഘമാണ് സമസ്ത എന്ന സംഘം. സമസ്ത കേരള എന്ന് പറഞ്ഞ് ഇന്നറിയപ്പെടുന്ന വ്യത്യസ്തങ്ങളായ സംഘങ്ങൾ, സംഘടനകളെല്ലാം എന്തിന്റെ പേരുണ്ടായി എന്ന് ചോദിച്ചാൽ തൗഹീദ് പറയാൻ ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം, അതിനെ എതിർക്കാൻ വേണ്ടി മാത്രം ആ സമസ്ത സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതെന്താ? ഈ മുജാഹിദുകൾ വന്നിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുകയാണ്. ഇവിടെ മുശ്രിക്കാണ്, മുസ്ലിങ്ങൾ മുഴുവൻ മുശ്രിക്കീങ്ങളാണ് എന്നാണ് ഈ മുജാഹിദുകൾ പറയുന്നത് എന്ന ശക്തമായ പ്രചരണമാണ് ഇവിടെ നടന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. തൗഹീദിലേക്ക് ജനങ്ങളെ വരൂ, നിങ്ങളിൽ ഇന്ന ശിർക്കുണ്ട്, ആ ശിർക്ക് നിങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ മറ്റുള്ളവരെ മുശ്രിക്കാക്കുകയാണ് എന്നാണ് ചില ആളുകളെ ശക്തമായി പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രചരണം നിങ്ങൾ കേട്ടോളൂ. 1921 മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. അവരന്ന് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായി ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആശയം, മുസ്ലിം ജനസമൂഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വന്നിരിക്കുന്നു.
അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവർ ബഹുദൈവ വിശ്വാസത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ ബാധ്യതയായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, വേൾഡ് തലത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ അവയായിരുന്നു ഷിർക്കിന്റെ പ്രതീകങ്ങളായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന മദതുകൾ, അവരുടെ മഅൂനത്തുകൾ, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധാത്മാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ എന്നും എക്കാലവും ലോകത്തറിയപ്പെട്ടതാണ്. മഹാത്മാക്കളിൽ നിന്നുള്ള സഹായം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചരിത്രത്തിൽ എന്നും കിട്ടിയിട്ടുമുണ്ട്. ഈ മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന സഹായം അത് സ്വീകരിക്കലും ചോദിക്കലും വാങ്ങലും ശിർക്കാണ്. മഹാന്മാരെ അള്ളാഹുവിനോടൊപ്പം ദൈവമായി കരുതലാണ്, സങ്കല്പിക്കലാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവർ ശിർക്ക് ആരോപിച്ചത്. മുസ്ലിം സമൂഹത്തിന്റെ മേൽ ഇവർ ശിർക്ക് ആരോപിച്ചു എന്നാണ്. മുസ്ലിം സമൂഹത്തിൽ ശിർക്കൊന്നുമില്ല. നേരെ മറിച്ച് 16 നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ട കാര്യം മുസ്ലിം സമൂഹം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്ന് മുസ്ലിങ്ങളുടെ മേൽ ശിർക്ക് ആരോപിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രകോപനം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ വർത്താനം. എൻ്റെ വാപ്പ മുശ്രിക്കായിരുന്നു എന്നാണ് മുജാഹിദ് പറയുന്നത്. എൻ്റെ വാപ്പാൻ്റെ വാപ്പ മുശ്രിക്കാണെന്നാണ് മുജാഹിദ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഏതൊരു മകനും കണ്ണു തള്ളും, പ്രയാസപ്പെടും, വേദന ഉണ്ടാവും. അതിൽ എന്തെടുക്കുക, തങ്ങളുടേതായ മുതലെടുപ്പ് നടത്തുക എന്ന ഒരു നിലപാട് ഈ പറയപ്പെട്ട സമൂഹം മുഴുവൻ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. മുജാഹിദുകൾ ഒരു പരിപാടി നടത്തിയാൽ നീ മുശ്രിക്കാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം, മുശ്രിക്കിന്റെ മകളെ കെട്ടാൻ പറ്റുമോ? മുശ്രിക്കിനോട് സലാം പറയാൻ പറ്റുമോ? ഇങ്ങനെ അല്ല, നന്നാകണമെന്ന് അപ്പോഴും ചിന്തിക്കൂല, ശൈത്താൻ തോന്നിപ്പിക്കൂല. അപ്പോഴും നന്നാകണമെന്ന് തോന്നുകയില്ല, അല്ലെങ്കിൽ മാറണമെന്നോ, അല്ലെങ്കിൽ ഞാൻ തൗഹീദിലേക്ക് മടങ്ങിപ്പോകണമെന്നോ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം സ്വീകരിക്കണമെന്നോ ആഗ്രഹിക്കാതെ, ചിന്തിക്കാതെ പിന്നീട് മുഴുവൻ എന്നെ മുശ്രിക്കാക്കി, അവരെ മുശ്രിക്കാക്കി, ഇവരെ മുശ്രിക്കാക്കി, ഈ ചിന്താഗതി കൊണ്ട് നടക്കുക. എന്നാൽ നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയവർ, മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയവർ, കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം മനസ്സിലാക്കിയ ആളുകൾ നിഷേധിക്കുമോ? മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടില്ലേ? മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് കടന്നു വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. അത് മുജാഹിദിൽ മാത്രമല്ല ഇപ്പൊ പറയുന്നത്, സ്വന്തം ഗണത്തിൽ വകുപ്പിൽപ്പെട്ട ആൾ തന്നെ പറയട്ടെ, കേട്ടോളൂ. നാളെ ജനിച്ചാ തവിട്ടിലും നേടുന്നാ പറയാ. ഒരു ആലിമിനെ പറ്റി ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നാളെ ഔട്ടമല്ലേ. എന്നോടൊരാൾ പറയാ, ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു ആലിമിനെ കുറിച്ച്, കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ആലിമിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, അവിട്ടം നാളല്ലേ, പിന്നെ മടങ്ങൂലല്ലോ, പോക്കന്നല്ലേ, തവിട്ടിലും നേടുന്നല്ലേ പറഞ്ഞത്. ആരപ്പി പറഞ്ഞതെന്നറിയോ? ഒരു ആലിമിനെ പറ്റി പറയുന്നത്. ആലിമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് തന്നെ വിശ്വാസം ഇങ്ങനെ. മനുഷ്യരെ ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ഹബീബായ റസൂലുള്ള പറഞ്ഞ ഫഖദ് ഇഖ്തസബ ശുഹബതം മിനസ്സിഹ്രി, അത് സിഹ്റാണ്, മാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ കുറിച്ചാണ്? ഒരു പണ്ഡിതിനെ കുറിച്ച്. അപ്പൊ ഏതായാലും കാക്കാൻ തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞത്, ഒരു പണ്ഡിതിനെ കുറിച്ച്. അതിന് അപ്പുറത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് മൂപ്പർക്ക് വിഷമമുണ്ട്, നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും അയാൾ അവിട്ടാണ് നാള്, അതുകൊണ്ട് തവിട്ടിലും നേടും എന്നൊരു പണ്ഡിതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒരു മുസ്ലിമാ പറഞ്ഞത്. അതൊക്കെ സിഹ്റിന്റെ ഭാഗമാണ്, അത് വിശ്വസിക്കാൻ തന്നെ പാടില്ല. ആ സിഹ്റിന്റെ ഭാഗമായ ഈ ജ്യോതിഷവും നാളെ നോക്കലും ഒക്കെ കൊണ്ടു നടന്നവരാര്? മുസ്ലിം സമൂഹം മാത്രമാണ്. അത് മാത്രല്ല, ഒറ്റപ്പെട്ട ആ രൂപത്തിലുള്ള ശിർക്ക് മാത്രല്ല, ഇനിയും നോക്കൂ അദ്ദേഹം മറ്റൊരു തരത്തിലുള്ള ശിർക്ക് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഈ ജ്യോതിഷികളെ മനുഷ്യൻ ആശ്രയിക്കുന്നു. ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും അടിസ്ഥാനം അവരുടെ ഗ്രഹനിലയാണ്. ജൂപ്പിറ്ററാണ്, നെപ്റ്റ്യൂണാണ്, അല്ലെങ്കിൽ ശനിയാണ്, ശുക്രനാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നു. ചൊവ്വാദോഷം വന്നു എന്നതിൻ്റെ പേരിൽ ജീവിതം മുഴുവനും ഗതിമുട്ടിപ്പോയ എത്ര പെണ്ണുങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. മനുഷ്യരെന്നാണല്ലേ ഇതൊക്കെ പറയാൻ? ഈ പരിഷ്കൃത കാലഘട്ടത്തിലും ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയാൻ പരിഷ്കൃത മനുഷ്യരെ നാണമില്ലേ നമുക്ക്? ഇത് രസം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? ഈ ചൊവ്വാദോഷത്തെ അവലംബിക്കുന്ന കാര്യത്തിൽ
മുസ്ലിമീങ്ങളും കൂട്ടത്തിലുണ്ട്. ജാതകം നോക്കുക, നാളെ നോക്കുക. ഇത് രസം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? ഈ ചൊവ്വാദോഷത്തെ അവലംബിക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളും കൂട്ടത്തിലുണ്ട്. ജാതകം നോക്കുക, നാളെ നോക്കുക. കണ്ടോ? ഇതിപ്പോ നമ്മൾ പറഞ്ഞതാ അല്ല, നേരെ മറിച്ച് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചില ഹക്കൊക്കെ ചില സമയത്ത് ബോധ്യപ്പെടും, പിന്നെ ബോധം പോകുമ്പോൾ അത് മറന്നു പോകും, അത് വേറെ കാര്യം. അങ്ങനെ ബോധം ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു പോയതാണ് എന്ത്, ചൊവ്വാദോഷം നോക്കുക, നാള് നോക്കുക. ഇതാര്? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ ശിർക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രമാണോ? ഹാജിമാർ വരെ, ഹജ്ജ് ചെയ്ത ഹാജിമാർ വരെ പാച്ച ശിർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവിടെ കേരളത്തിൽ, അതും മലപ്പുറം ജില്ലയിലടക്കം. അത് നമ്മളല്ലല്ലോ പറഞ്ഞ് കേട്ടോളൂ. കുറത്തിമലയിൽ നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല. ഞങ്ങളെ നിലമ്പൂരുകാർ മുഴുവനും കുറത്തിമലയെ പേടിക്കും. കുറത്തിമലയിൽ ഒരാളുണ്ട്, കച്ചവടക്കാരൊക്കെ നേർച്ചയാക്കും. കുറത്തിമലയിൽ ഉത്സവമുണ്ടാകുന്ന എൻ്റെ വക ആനച്ചലവൊന്ന് നിലമ്പൂരുകാരുണ്ട്. നിലമ്പൂരുകാർ മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് 5ആകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി. ദീനിന്റെ നടുക്കഷ്ണമാണ് മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ ഫത്വ തന്നത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? അപ്പോ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അമ്പലത്തിൽ കഞ്ഞി പാരുന്ന ഹാജിയാരെ അറിയാം. അപ്പൊ ഹാജിയുടെ അവസ്ഥ അതാണ്, ഹാജിയാരുടെ അവസ്ഥ അതാണ്. ഈ രൂപത്തിൽ സമൂഹം അധപ്പതിച്ചു പോയി, ശിർക്കിലേക്ക് ആപതിച്ചു പോയി. ഇസ്ലാഹി പ്രസ്ഥാനം അവിടെ കടന്നു പറഞ്ഞത് ജനങ്ങളെ തൗഹീദിലേക്ക് വരൂ. അവൻ മുസ്ലിയാക്കന്മാരെ പ്രകോപനം ഉണ്ടാക്കി വിടാനാണ് ശ്രമിച്ചത്. ആദ്യം നിങ്ങളെ മുശ്രിക്കാക്കി, മുസ്ലിം സമൂഹത്തെ മുശ്രിക്കാക്കി. ഇങ്ങനെ വളരെ ശക്തമായി പ്രചരണം നടത്തി. ഈ മുസ്ലിയാർ നേരത്തെ പറഞ്ഞ മുസ്ലിയാർ വാചകം ഒന്നുകൂടി നിങ്ങളത് കേട്ടോളൂ. മുസ്ലിം സമൂഹത്തിന്റെ മേൽ ശിർക്ക് ആരോപിച്ചു എന്നാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. കേട്ടോളൂ ആ വാചകം. 921 മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. അവരന്ന് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായി ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആശയം, മുസ്ലിം ജനസമൂഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വന്നിരിക്കുന്നു. അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അവർ ബഹുദൈവ വിശ്വാസത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ ബാധ്യതയായതുകൊണ്ട് ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, വേൾഡ് തലത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം സമൂഹം അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ അവയായിരുന്നു ഷിർക്കിന്റെ പ്രതീകങ്ങളായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. മഹാന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന മദതുകൾ, അവരുടെ മഅൂനത്തുകൾ, കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധാത്മാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ എന്നും എക്കാലവും ലോകത്തറിയപ്പെട്ടതാണ്. മഹാത്മാക്കളിൽ നിന്നുള്ള സഹായം അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ചരിത്രത്തിൽ എന്നും കിട്ടിയിട്ടുമുണ്ട്. ഈ മഹാത്മാക്കളിൽ നിന്ന് കിട്ടുന്ന സഹായം അത് സ്വീകരിക്കലും ചോദിക്കലും വാങ്ങലും ശിർക്കാണ്. മഹാന്മാരെ അള്ളാഹുവിനോടൊപ്പം ദൈവമായി കരുതലാണ്, സങ്കല്പിക്കലാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഇവർ ശിർക്ക് ആരോപിച്ചത്. അപ്പോൾ ശിർക്ക് ആരോപിക്കുകയാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. 1921 കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത് തന്നെ മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ്. ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം അത് തന്നെ പറയുന്നത്. ആ ശിർക്കിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണം. ആ ബാധ്യത മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന, അവരുടെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാർക്കുണ്ട്, ഉലമാക്കന്മാർക്കുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവർത്തിച്ച് പറയുന്നത്. എത്രത്തോളം മദദും മഅൂനത്തും, ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. മദദും മഅൂനത്തും അതൊക്കെ പറയും. അതിനു മുമ്പ്
അവിടുന്ന് എല്ലാം എത്രയോ വിട്ടുപോയി. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എത്രമാത്രം അധപ്പതിച്ചു പോയി. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, ഈ സമൂഹത്തിന്റെ നേരായ അവസ്ഥയെ വിശദീകരിക്കാനും അതിനെ കൺതുറന്നുകൊണ്ട് കാണാനും കഴിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന രൂപത്തിൽ വളരെ പച്ചയായി ഈ സമൂഹത്തിൽ ശിർക്ക് നിലനിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും ഭീവത്സമായ ഒരു രൂപം, ആ രൂപമാണ് അടുത്തതായി ഇവിടെ കാണാനുള്ളത്. മുസ്ലിം സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഈ കേരളത്തിലടക്കം അതുപോലെ തന്നെ വേൾഡ് തലത്തിലടക്കം മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് അതാണ് ഇനി അടുത്തതായി നിങ്ങൾക്ക് കാണാനുള്ളത്. Amma, as she is a loving, addressed by millions of her who want peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is I know that now when I see this is a great occasion of celebration for Amma's followers in Dubai. എത്ര ബീവത്സവാണ്! കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോലുമുണ്ട്. ദുബൈയിൽ വെച്ചുകൊണ്ട് നടന്നൊരു പരിപാടിയാ. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുടെ മുന്നിൽ പോയി പച്ചയായ ശിർക്ക് ചെയ്യാൻ പോലും മടിയില്ലാത്തൊരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഏത് സമസ്തയാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? ഈ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം, ആ നേതൃത്വം ഞങ്ങളുടെ കയ്യിലാണെന്ന് ഉച്ചേത്രമുറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഈ ശിർക്കിന്റെ, ഈ മുസ്ലിം സമൂഹത്തിൽ കൊടികുത്തി വാഴുന്ന ശിർക്കിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ആരാണ് ഇവിടെ ഉണ്ടാവുക? എന്നിട്ട് തൗഹീദ് പറയാൻ വന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് വാദിക്കാൻ സംഘം ചേർന്ന് വരുന്നു. തൗഹീദ് പറയാൻ ഒരുങ്ങി പുറപ്പെട്ടവരെ തടയാൻ സംഘം ചേർന്ന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു. 1000 ഹോജാക്കന്മാർ ഒന്നിച്ചണിഞ്ഞാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദൗത്യ സംഘം മുന്നോട്ട് പോകും. ഒരടി പതറാതെ, ഒരടി പിന്നോട്ട് വെക്കാതെ ഈ തൗഹീദിന് വേണ്ടി ഈ കൊച്ചു സംഘം അവസാനം വരെയും വാദിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഏത് സമൂഹത്തിന്റെ മുന്നിലാണ് ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഏതൊരു സമൂഹത്തിനോടുള്ള ബാധ്യതയാണ് ഇവർ നിറവേറ്റിയത്? ചിന്തിക്കണം, ആലോചിക്കണം. മുസ്ലിം സമൂഹം പച്ചയായ ശിർക്കിന്റെ ഏറ്റവും കൊടുമുടിയിൽ എത്തിപ്പെട്ട് അവരുടെ ജീവിതം തുലക്കുമ്പോൾ, അവരുടെ പച്ചയായ ശരീരത്തെ, അവരുടെ കുടുംബത്തെ, അവരുടെ പൊന്നാര മക്കളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അരുതേ എന്ന് പറയാനുള്ള മുജാഹിദുകളുടെ അവകാശം തടയാൻ ആര് ശ്രമിച്ചാലും സാധ്യമല്ല എന്ന് തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് മദദും മഊനത്തോ, ശിർക്ക് ചെയ്യാനുള്ള ന്യായം മദദും മഊനത്തുമോ? എന്ത് മദദ്, എന്ത് മഊനത്ത്? ശിർക്ക് ചെയ്യാൻ എന്ത് മദദ്, എന്ത് മഊനത്ത്? ഒരു മദദും മഊനത്തുമില്ല. മദദിന്റെ പേരിൽ ശിർക്ക് കടന്നു വന്നില്ലേ? മദദിന്റെ പേരിലും മദ്ഹിന്റെ പേരിലും ശിർക്ക് കടന്നു വന്നില്ലേ? മഊനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ശിർക്ക് കടത്തിവിട്ടില്ലേ? ശിർക്ക് കടന്നു വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ ന്യായം പറയാൻ കഴിയുമോ? ഇല്ല. നേരെ മറിച്ച് സമൂഹത്തിൽ നടക്കുന്ന മദദിന്റെയും മഊനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, മദ്ഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൊടിയ ശിർക്ക്, തോന്നിവാസം, കുഫ്ർ,
ആ കുഫ്റും ഈ സമൂഹത്തിലുണ്ട് എന്ന് ഞങ്ങളിൽ പറഞ്ഞു തരണോ? നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഇവിടെ വന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ വാള് പറഞ്ഞവർക്ക് തന്നെയും അത് ബോധ്യപ്പെട്ടിട്ടില്ലേ? ഉണ്ട് എന്ന് അവർ തന്നെയും സമ്മതിച്ചിട്ടില്ലേ? കേട്ടോളൂ അവരെ സമ്മതിച്ച ആ ഭാഗം. ഞാനൊരിക്കൽ ഡൽഹിക്ക് പരിസരത്ത് ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി. ഡൽഹിയുടെ പരിസരത്ത് ഗാസിയാബാദിലാണെന്ന് എൻ്റെ ഓർമ്മ. ഒരു മൗലിദിന്റെ സദസ്സിൽ പോയി. ആ മൗലിദിന്റെ സദസ്സിന്റെ മധ്യത്തിൽ ഒരു കുട്ടിയെ ഇങ്ങനെ കസവൊക്കെ ഇട്ടിട്ട് ആ ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. ഒരു കസവൊക്കെ ചുറ്റിയിട്ട് ഒരു കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. ഇവരിങ്ങനെ മൗലിദ് ചൊല്ലി കുറേ അറബി ചെല്ലി കുറേ ഉറുദുലൊക്കെ ചെല്ലി എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ മൗലിദൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് എല്ലാവരും ആ കുട്ടിയെ പിടിച്ച് ഇങ്ങനെ ചുംബിച്ചു. ഞാൻ ആ കൗതുകം കാണാൻ വേണ്ടി എങ്ങനെയാണ് ഇവരെ രീതി എന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. എല്ലാവരും പിടിച്ചിട്ട് ആ കുട്ടിയെ പിടിച്ച് ചുംബിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവരെ കൂട്ടത്തിൽ വിവരമുള്ള ഒരാളോട് വിവരമുണ്ട് എന്ന് തോന്നിയ ഒരാളോട് ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. അപ്പോ അയാൾ പറഞ്ഞു, പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൂഹ് ഉസ്കാ പോസ് ആതാ ഹൈ, ഹബീബായ റസൂലുള്ളാഹിന്റെ റൂഹ് ഇപ്പൊ കുട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് കുട്ടിയെ ചുംബിക്കാണ്. നിങ്ങൾ ആലോചിക്ക് എന്തേ ഈ തമ്മാടിത്തരം വന്നത്? വിവരല്ലായ്മ സമൂഹത്തിൽ വളർന്നു പോയി. ഇതാണ് മുജാഹിദുകളും പറഞ്ഞത്, വിവരല്ലായ്മ സമൂഹത്തിൽ വളർന്നുപോയി. ഇത് കാണാൻ ഈ സാധു ഡൽഹി പോയി. എന്തിനാ ഡൽഹി പോണത്? എന്തിനാ? വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സർമൽ ലിയഫവതിഹി അജബ്തുഹു മുസ്രിയം മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ആരെങ്കിലും എൻ്റെ പേര് 1000 വട്ടം വിളിച്ചാൽ, എൻ്റെ പേര് 1000 വട്ടം ആരെങ്കിലും വിളിച്ചാൽ, വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി, ഒറ്റയ്ക്കിരുന്ന് ആരെങ്കിലും എൻ്റെ പേര് 1000 വട്ടം വിളിച്ചാൽ, ദൃഢമനസ്സോടെയാണ്, ഉറപ്പോടെയാണ്, പ്രതീക്ഷയോടെയാണ് അവൻ വിളിച്ചതെങ്കിൽ, അജബ്തുഹു മുസ്രിഅൻ, അവന്റെ വിളിക്ക് ഞാൻ വളരെ വേഗത്തിൽ തന്നെ ഉത്തരം നൽകുന്നതാണെന്ന് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ട് വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചിട്ട മുറികളിൽ ലൈറ്റ് ഓഫ് ആക്കി നിന്ന് 1000 വട്ടം യാ ശൈഖ് ഹാലിറു യാ ഹാലിറു യാ അബ്ദുൽ ഖാദിർ ഹാലിറു യാ മുഹീദ്ദീൻ ഹാലിറു എന്ന് വിളിച്ച സമൂഹം ഈ കേരളത്തിലുണ്ട്, ഡൽഹിയിലല്ല. അല്ലേ? അടച്ചിട്ട മുറികളിൽ 1000 വട്ടം മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ആവർത്തിച്ചുരുവിട്ടിട്ട് ആ ശൈഖ് ഇവിടെ ഹാദിറാകും എന്ന് വിശ്വസിച്ച മുസ്ലിം സമുദായം ഇവിടല്ലേ? ആരാണ് അവർക്ക് വാല് പറഞ്ഞു കൊടുത്തവർ? ആരാണ് മുഹീദ്ദീൻ ശൈഖ് ഇവിടെ ഹാദിറാകുമെന്ന് വാല് പറഞ്ഞു കൊടുത്തവർ? ഇല്ല, അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തെ ഗണ്ണിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടവരാരാ? ഇപ്പൊ സമൂഹത്തിനിടയിൽ മാന്യം നടിച്ച് രക്ഷപ്പെടുന്നുവോ? ന്യായം പറഞ്ഞ് രക്ഷപ്പെടുന്നുവോ? ന്യായം നടിക്കുന്നുവോ? മാന്യം നടിക്കുന്നുവോ? ശൈഖ് ജീലാനിയെ 1000 വട്ടം വിളിച്ചാൽ ഇവിടെ ഹാദിറാകും എന്ന് വാല് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ മുസ്ലിയാര് പറഞ്ഞെന്താ? ഇവരെല്ലായ്മ സമൂഹത്തിൽ വർദ്ധിച്ചു. അത് വളരെ നേരത്തെ മുജാഹിദുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം കൃത്യമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിനിടയിൽ പ്രചരണം നടത്തിയത്, ദഅവത്ത് നടത്തിയത്. അല്ലേ? ഇനി അത് മാത്രാണോ? ആരാണ് ഈ വിവരമില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ദുഷിപ്പിക്കുന്നത്? സമൂഹത്തിനിടയിൽ ശിർക്ക്, ഞാൻ വളരെ വേഗം, എനിക്ക് വളരെ സുദീർഘമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു ശാരീരികാവസ്ഥയിലല്ല ഉള്ളത്, എന്നാൽ തന്നെയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രം. എന്താണെന്നറിയുമോ? ആരാണ് ഈ ശിർക്ക് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? ആരാണ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നത്? ആരാ? മുജാഹിദുകളാ? ആണോ? അല്ല, നേരെ മറിച്ച് ആരാ? മുസ്ലിയാർ തന്നെ പറയട്ടെ, എല്ലാം മുസ്ലിയാർ എന്ന് പറയും. കേരളത്തിലെ പ്രഗത്ഭനായ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു മുസ്ലിയാര്, കേരളത്തിലെ ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മുസ്ലിയാര്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ജനറൽ രവിശങ്കറുടെ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിങ് സമാധാനപരമായ നേട്ടമുണ്ടാക്കിയെന്ന് പള്ളിയിൽ കാളിയായി നിൽക്കുന്ന ഒരാള് ചിലപ്പോഴൊക്കെ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തെക്ക് ഭാഗത്തെ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടില്ലേ? എന്താ ഇവരൊക്കെ വിചാരിച്ചത്? ബനിയന്റെ കൈയും കുപ്പായത്തിന്റെ കൈയും കൂടിയാലൊക്കെ ആലിമ് എന്ന് മനസ്സിലാക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ബഹുമാനപ്പെട്ട പുരുഷാരത്തോട് എനിക്ക് പറയാറുള്ളത്. കുപ്പായക്കൈ നീണ്ടോനൊക്കെ ഹാജിയാണ്, കുപ്പായക്കൈ നീണ്ടോനൊക്കെ മുസ്ലിയാരാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ്. ഇവൻ അലിഫ് അറിയില്ല, ഇവന് ബാ അറിയില്ല, ഇവൻ ഇവൻ പിഴക്കാനും പിഴപ്പിക്കാനും വന്നതാണ്.
ഒരു ഹുദയും ഒരു വെളിച്ചവുമില്ലാത്ത ആളുകൾ. ഇതാരാ മുസ്ലിയാരെ കുറിച്ചായി പറയണത്? മുജാഹിദ് മൗലവിമാരെ കുറിച്ചല്ല. ഒരു വിവരമില്ല, ഒരു കാഴ്ചപ്പാടില്ല, എന്ത് കണ്ടാലും ന്യായം പറയും. ആർട്ട് ഓഫ് ലിവിങ് അത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഫത്വ കൊടുക്കുക അല്ലേ? ഗുരു എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങി. ഗുരു എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിനടുത്തൊരാളുണ്ടായിരുന്നു പണ്ട്. ഞാനത് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ ചെന്ന് ചില യാഥാർത്ഥ്യമാണ്. ഒരു തേങ്ങാക്കള്ളൻ, അറിയപ്പെട്ട മാറൂഫായ ഒരു തേങ്ങാക്കള്ളൻ ഉണ്ടായിരുന്നു. തേങ്ങ കെട്ടൊരു ദിവസം രാത്രി പിടിച്ചു. അയാളങ്ങനെ നാട് വിട്ടു. പിന്നെ അയാൾ തിരിച്ചു വന്നത് ഒരു വലിയ അറിയപ്പെട്ടൊരു സ്വാമിയായിട്ടാണ്. അങ്ങനെ വന്നു, പിന്നെ അയാൾ ആശ്രമം കിട്ടി. അങ്ങനെ പിന്നെ അത് വളർന്നു വലുതായി. പിന്നെ അയാളുടെ പേരിൽ ഒരു സിനിമ ഇറങ്ങി. സിനിമയുടെ പേര് ഗുരു എന്നോ മറ്റാണ്. ആ ഗുരു എന്ന് സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമയുടെ പരസ്യം പത്രത്തിൽ വന്നപ്പോ ആ ഗുരു എന്ന സിനിമയുടെ സിനിമക്ക് പരസ്യം കൊടുത്തത് തലയിൽ തട്ടിയിട്ടിരുന്ന ഈ മുസ്ലിയാരാ. ഗുരു എന്ന സിനിമയുടെ പരസ്യം നല്ല ഉഗ്ര സിനിമയാണ്, എല്ലാവരും പോയി കാണണം എന്നാ. അങ്ങനെ പരസ്യമായിട്ട് ഇയാൾ പരസ്യം കൊടുത്തു. പത്രത്തിൽ ഇയാളെ തട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇങ്ങനെ വന്നു, ഉഷാറായി. എന്ത് തോന്നിയാസം വന്നാലും ആർട്ട് ഓഫ് ലിവിങ് അത് നല്ലതാണ്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നമ്മളതിൻ്റെ ആളുകളാകണം. ഇങ്ങനെ എല്ലാത്തിനും ഫത്വ കൊടുക്കുന്ന മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് തോന്നിയാസത്തിനും എന്തക്രമത്തിനും ആളുകൾ എവിടെയാണോ അവിടെ നമ്മൾ അതിനനുസരിച്ച് ഫത്വ. ആളുകൾ മാറുമ്പോൾ നമ്മൾ മാറിയാൽ മതി. ആളുകൾ മാറുമ്പോൾ നമ്മൾ മാറുക. ജനങ്ങൾ അങ്ങനെ ഒഴുകി കൊടുക്കുക. ജനങ്ങൾക്ക് അനുകൂലമായി ഫത്വ കൊടുക്കുക. ഈ രൂപത്തില് ഒരു നിലപാട് സ്വീകരിച്ച മുസ്ലിയാക്കന്മാരാണ് ഈ സമൂഹത്തിൽ കൃത്യമായി ശിർക്ക് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുസ്ലിയാർ ഇടക്ക് വന്നിട്ട് ഇച്ചിരി തൗഹീദൊക്കെ പറയാൻ നോക്കി അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ കുറയാണ്, എതിർപ്പിങ്ങനെ കൂടാണ്. തൻ്റെ പ്രസംഗം തന്നെ ഭാവിയിൽ അകപ്പെടുവോ, ആൾ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ തൽക്കാലം ഇപ്പം അതൊന്നും പറയണ്ട, തൽക്കാലം ഒന്ന് മാറി ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ചീത്തയൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഗ്രിപ്പുണ്ടാക്കാം എന്നിപ്പോൾ ചിന്തിക്കാൻ കാരണവും എന്ത് തന്നെ? ഇത്തരത്തിലുള്ള ഒഴുക്ക് തന്നെ, ആ ഒഴുക്കിനനുസരിച്ചുള്ള നീന്തൽ തന്നെ എന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ കയ്യടിയല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രതീക്ഷിക്കാനുള്ളത്. ആളുകൾ എന്ത് പറയും എന്നല്ല ഇസ്ലാഹി പ്രസ്ഥാനം ചിന്തിക്കുന്നത്. ആളുകളുടെ അഭിപ്രായം അത് ഞങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായമാക്കി മാറ്റണം എന്നല്ല ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. പടച്ചവന്റെ തൃപ്തി വേണം, അള്ളാന്റെ തൃപ്തി വേണം. അതെ, റബ്ബിന്റെ അടുക്കൽ ഈ ദൗത്യം, അല്ലാഹുവിന്റെ തൗഹീദ് ഈ സമൂഹത്തിന് പറഞ്ഞു പഠിപ്പിച്ച് അതിന്റെ പ്രതിഫലം വാങ്ങുന്ന മുത്തക്കുകളിൽ ഉൾപ്പെടാൻ ഈ സാധുക്കളായ ഞങ്ങൾക്കും അവസരമുണ്ടാകണം എന്ന ഒരാഗ്രഹമല്ലാതെ മറ്റൊരാഗ്രഹവും ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇസ്ലാഹി പ്രസ്ഥാനം ഈ ദൗത്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്ന് മാറാതെ, ഒഴിഞ്ഞു മാറാതെ, തിരിഞ്ഞു പോകാതെ ആ സന്ദേശം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഗൗരവമായ അവസ്ഥയെന്ന് നിങ്ങൾക്കറിയുമോ? ഇതൊക്കെ കൊണ്ട് ശിർക്ക് അവസാനിച്ചു. ആരൊക്കെയോ എവിടേക്കോ വിവരമില്ലാത്ത ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യണ് എന്നായിരിക്കും നാളെ പറയാം. ഇതൊക്കെ നമ്മൾ കാണിച്ചാലും നാളെ പറയാം, അതൊക്കെ ഞങ്ങൾ ഉത്തരവാദിയല്ലല്ലോ. നേരെ മറിച്ച് ആരൊക്കെ എവിടെയോ വിവരമില്ലാത്ത എന്തൊക്കെയൊക്കെ ആരെങ്കിലും കാണിച്ചാൽ അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ എന്നാ. എന്നാൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാൽ, നിങ്ങളോടൊപ്പം കുറെ കാലം പ്രവർത്തിച്ചൊരു കൗം ഇവിടെ ഉണ്ട്. അവര് സമസ്തക്കാരെന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ആ ഉത്തരവാദിത്തത്തോട് പ്രവർത്തിച്ച കൗമിൽപ്പെട്ട വലിയൊരു നേതാവുണ്ട്. ആ നേതാവിന്റെ പേരാണ് ഉള്ളാൾ തങ്ങൾ. ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. തങ്ങന്മാരൊക്കെ ഇല്ലാതായി പോയപ്പോൾ ഉള്ളാളെ പിടിച്ച് തങ്ങളാക്കിയതല്ല. നേരെ മറിച്ച് ഉള്ളാൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ഉള്ളാൾ എന്ന സ്ഥലത്ത് വന്ന് അറിയപ്പെട്ട ഒരു തങ്ങളാണ് ഉള്ളാൾ തങ്ങൾ. ആ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള, അതുപോലെ തന്നെ ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള, MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഒരു അറബി കോളേജിൽ, അള്ളാന്റെ ദീൻ പഠിപ്പിക്കേണ്ട അറബി കോളേജിൽ, അള്ളാന്റെ ആയത്ത് പഠിപ്പിക്കേണ്ട അറബി കോളേജിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കേണ്ട അറബി കോളേജിൽ, അതേ ഫിഖ്ഹി പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അറബി കോളേജിൽ, ലഗവിയായ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ രൂപത്തിലുള്ള പുസ്തകങ്ങളും കിതാബുകളും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അങ്ങനെ ദീനിയായ ചർച്ചകൾ കൊണ്ട് ഏറ്റവും ശക്തമായ നിലയിൽ ദീനി വിജ്ഞാനം നിറഞ്ഞു നിൽക്കേണ്ട, ഈമാനിക പ്രഭ നിറഞ്ഞു നിൽക്കേണ്ട, ഇസ്ലാമിയത്ത് നിറഞ്ഞു നിൽക്കേണ്ട ആ അറബി കോളേജിൽ കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പൂജാരിയെ കൊണ്ടുവന്ന് പൂജ നടത്തിച്ചു. ഇത് ഞാൻ പറയുകയല്ല, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ
ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ, ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സമസ്തയുടെ ഒരു നേതാവ്, അനുശേചന നേതാവ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അറിയാലോ, അറിയപ്പെട്ട ഒരു മറ്റൊരു നേതാവ് ആറ്റക്കോയ തങ്ങൾ. ഈ 3 പ്രമുഖരായ സമസ്തക്കാരായ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ അറബി കോളേജിൽ ഒരു പൂജാരിയെ, ഒരു ഹിന്ദു പൂജാരിയെ കൊണ്ടുവന്നിട്ട് ആ അറബി കോളേജിൽ കുട്ടിക്ക് എന്തോ രോഗം വന്നപ്പോ രോഗം മാറാൻ പൂജ നടത്തിച്ചു എന്ന് ഞാനല്ലല്ലോ പറഞ്ഞത്. കേട്ടോളൂ ആരാ പറഞ്ഞതെന്ന്.